السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن ابن عمر رضي الله عنهما أنه سمع النبي صلى الله عليه وسلم يقول: تواضعوا وجالسوا المسكين مساكين تكونوا من كبراء الله وتخرجوا من الكبرين حلية الأولياء. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയും, അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടു. എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? തവാദഉ, നിങ്ങൾ വിനയാന്വിതരാകുക, നിങ്ങൾ വിനയമുള്ളവരാകുക, വിനയം പ്രകടിപ്പിക്കുക. വജാലിസുൽ മസാക്കീന, സാധുക്കളായ ആളുകളോട്, നിർധനരായ പാവപ്പെട്ട ആളുകളോട് കൂടിയിരിക്കുവീൻ നിങ്ങൾ. എന്നാൽ തകൂനൂ മിൻ കുബറാഇല്ലാഹി അസ്സ വജല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയവരായ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആളുകളുടെ ഗണത്തിൽപ്പെടും. അല്ലദീന യുഫീദു അലൈഹിം റഹ്മത, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ആള് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആവേണ്ടത്. ജനദൃഷ്ടിയിൽ നമ്മൾ ഒരു പക്ഷേ ഒന്നിനും കൊള്ളാത്തവരാകും, അതങ്ങനെയാണ്. ജനങ്ങളുടെ മാനദണ്ഡം വേറെയാണ്. ജനങ്ങളുടെ അളവുകോല് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷിയുണ്ടോ, രാഷ്ട്രീയത്തിൽ പിടിപാടുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭൗതികമായ സംഗതികൾ നോക്കിയിട്ടാണ് ജനങ്ങൾ ഒരാളെ വിലയിരുത്തുക. അതൊന്നും ഇപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണനീയമല്ല. പറഞ്ഞില്ലേ, സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രം പറയുമ്പോൾ അത് പറയാറുണ്ടല്ലോ. അപ്പൊ തഖ്വയനുസരിച്ച്, ദീനനുസരിച്ചാണ് ഒരാൾക്ക് ദറജ കൂടലും കുറയലും ഒക്കെ, അതിന്റെ ഏറ്റ വ്യത്യാസം അനുസരിച്ചാണ്. അപ്പൊ നിങ്ങൾ വിനയമുള്ളവരാകുക. വിനയമുള്ളവരാകുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് അഅ്തുഫ് തഫ്സീർ ആയിട്ടാ പിന്നെ ജാലിസുൽ മസാക്കിന, നിങ്ങൾ അതിന്റെ ഒരു വിശദീകരണം, നിർധനരായ സാധുക്കളായ ആളുകളോട് കൂടിയിരിക്കുക, അവരുടെ സമീപിരിക്കുക, അവരൊന്നിച്ച് വേദി പങ്കിടുക. അങ്ങനെ എത്ര ആളെ കിട്ടും? നമ്മൾ സൗഹൃദത്തിന് തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റിയ ആളുകളല്ലേ. പാവപ്പെട്ട ആളുകളൊക്കെ നമ്മൾ വകഞ്ഞു മാറ്റും. ഓനൊക്കെ പോട്ടെ, ഓനൊന്നും നമുക്ക് പറ്റിയ ആളല്ല, അവന്റെ കയ്യിൽ കാശില്ല, അവന് വലിയ തറവാടുള്ള ആളല്ല, പേരും ചൂരുള്ള ആളല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. അല്ല, സാധുക്കളായ ആളുകളോട് കൂടിയിരിക്കുക. എന്നാൽ അതിന്റെ നതീജയാണ്, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനീയരായ ആളുകളിൽ അകപ്പെടും. വതഖ്റുജു മിനൽ കിബ്രി, നിങ്ങൾ കിബറിൽ നിന്നും മോചിതരാകും. കിബർ എന്ന് പറഞ്ഞ അഹങ്കാരം വലിയൊരു ദുർഗുണാണല്ലോ. ഇബ്ലീസിനുണ്ടായ വലിയ ഗുണാണ്, ദുർഗുണം കിബർ, അഹങ്കാരം, പൊങ്ങച്ചെന്നൊക്കെ പറയാം. അപ്പൊ അതിൽ നിന്ന് മോചിതരാകും. ഈ സാധുക്കളായ ആളുകളോട് ഇടപഴകിയാൽ, അവരൊന്നിച്ചിരിക്കുക, വേദി പങ്കിടുക. അത് അബൂദറുൽ ഗിഫാരി തങ്ങളോട് നബി തങ്ങൾ നൽകിയ 7 വിലപ്പെട്ട നിർദ്ദേശങ്ങളിൽ പെട്ടതാണല്ലോ. അമറനി ഖലീലി ബിസബ്ഇൻ അമറനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുബി മിൻഹും, സാധുക്കളായ ആളുകളെ സ്നേഹിക്കാനും അവരോട് കൂടിയിരിക്കാനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നിർദ്ദേശിച്ചു. അപ്പൊ തവാദു ഉണ്ടാവണം, വിനയമുണ്ടാവണം. അതേസമയം ഇബ്നു അറബി തങ്ങൾ പറഞ്ഞു, അത്തവാദുഉ സിർറു മിൻ അസ്റാരില്ലാഹി മനഹഹു അല്ലാഹു നബിയ്യീന വസ്സുദ്ദീഖീന. തവാദുഉ വിനയം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പൊരുളുകളിൽപ്പെട്ട ഒരു പൊരുളാണ്. അള്ളാഹു നബിമാർക്കും സുദ്ദീഖീങ്ങൾക്കൊക്കെ അത് നൽകിയിട്ടുണ്ട്. വലൈസ കുല്ലുമൻ തവാദഅ, വിനയം പ്രകടിപ്പിക്കുന്ന എല്ലാവരുമല്ല തവാദഅ, അവൻ വിനയം പ്രകടിപ്പിച്ചിട്ടില്ല. വലാ തൻദുർ അന്ന ഹാദ തവാദുഅ ളാഹിറ അലാ അക്സരി നാസി വബഅദി സ്വാലിഹീന ഹുവ തവാദുഉ ബൽ ഹുവ തമല്ലുഖുൻ ലിസബബിൻ ഗാബ അൻക വകുല്ലു യതമല്ലഖു അലാ ഖദ്രി മത്ലൂബിഹി. അധിക ജനങ്ങളിലും പ്രകടമാകുന്ന വിനയപ്രകടനം ഉണ്ടല്ലോ, അത് കണ്ട് അത് യഥാർത്ഥ വിനയമാണ് എന്ന് കരുതി പോകേണ്ടത് യഥാർത്ഥ വിനയല്ല. അതൊക്കെ ഒരു മുഖമിനുക്കലാണ്. അവര് നമ്മിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സംഗതികൾ ലാക്കാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
അപ്പൊ നമ്മെ തൊട്ട് മറഞ്ഞൊരു കാരണത്തിന് വേണ്ടിയുള്ള മുഖം മിനിക്കലാണ്. യഥാർത്ഥ തവാദുഅ എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാ പറയുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനീയരാകാൻ എന്താ ചെയ്യേണ്ടത്? സാധുക്കളായ ആളുകളോട് വേദി പങ്കിടുക, അവരുമായി സൗഹൃദം പങ്കിടുക, അവരോട് കൂടിയിരിക്കുക, അഹങ്കാരത്തിൽ നിന്ന് മോചനം കിട്ടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉപദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.